ഹലോ ഓൾ, നമുക്ക് നാളത്തെ ഓപ്ഷനിൽ ഒരു 3 ജീപ്പ് റാംഗ്ലർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കിഡിലൻ വണ്ടിയാണ്. നാളെ 16 ഒക്ടോബറിലാണ് ഓപ്ഷൻ നടക്കുന്നത്, വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ വണ്ടിയുടെ ഫുൾ വീഡിയോസും ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോനകത്ത് പറഞ്ഞുതരാം. താല്പര്യമുള്ള ആൾക്കാർ എന്താക്കിയാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉള്ളത് ജീപ്പ് റാംഗ്ലർ 2025 മോഡലാണ്. വെറും 14,000 മൈൽസ് മാത്രം ഓടിയ വണ്ടിയുടെ ആക്സിഡൻ്റാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒരു ഹെഡ്ലൈറ്റ്, ഈ ഫെൻഡറിൻ്റെ ഈ ഫ്രെയിമിൻ്റെ ഈ ഭാഗം മാത്രമാണ് ആക്സിഡൻ്റ് ഉള്ളത്. ഒരു ഫെൻഡറും വേണം, ഈ ബോണറ്റും ജസ്റ്റ് ചേഞ്ച് ആക്കണം. അതുപോലെ തന്നെ ഈ സൈഡിലൊരു ഫെൻഡറും വേണം. വേറെ കാര്യമായിട്ടുള്ള ഒരു പണിയോ കാര്യമോ ഈ വണ്ടിക്കില്ല. ചെറിയ വർക്കേ ഉള്ളൂ. കാണുന്ന കോലം നോക്കേണ്ട വണ്ടിയുടെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം കണ്ടോ, വണ്ടി 4x4 ആണ്. ജസ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ് ഒന്ന് പോയിട്ടുണ്ട്, നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ. ഇതുണ്ട്, ബാക്കോട്ടൊന്നും ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും നല്ല കിടിലം ബ്ലാക്ക് കളറിൽ. അടുത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ സെയിം റാംഗ്ലറിൻ്റെ സഹാറയാണ്. 2023 മോഡലാണ് വണ്ടി. അപ്പോൾ ഇതിനും ചെറിയ ആക്സിഡൻ്റ് ഉള്ളൂ. ഈ സൈഡ് ഉണ്ടോ, ഇവിടെ ജസ്റ്റ് ഈ ഫെൻഡറിൻ്റെ ഫ്രെയിമിൻ്റെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഗ്രില്ലും പൊട്ടിപ്പോയിട്ടുണ്ട്, അതും മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ, ബാക്കോട്ടേക്ക് വന്നാൽ ബാക്കിൽ ചെറിയ ഇവിടെ ഒരു തട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. കാര്യമായിട്ടുള്ള വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് വണ്ടിയുടെ ഉൾവശം. നല്ല കിടിലൻ ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ ജസ്റ്റ് സ്റ്റിയറിംഗ് എയർ ബാഗ് പുറത്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. 31K മൈൽസാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2.0 ആണ് എഞ്ചിൻ വരുന്നത്. നല്ല വാഹനമാണ്. ഇതാണ് അടുത്ത വണ്ടി. നല്ല കിടിലൻ റെഡ് കളറിൽ വരുന്ന വണ്ടിയാണ്. 2018 ജീപ്പ് റാംഗ്ലർ അൺലിമിറ്റഡ് ആണ്. വണ്ടിയുടെ ആകെ ആക്സിഡൻറ്റ് ജസ്റ്റ് ഈ ഫെൻഡറിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ചെളുക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ മേൽഗാർഡും വേണം, അത്രയേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഈ ഫ്രണ്ട് ബമ്പർ ഒന്ന് ചേഞ്ച് ആക്കണം, അതിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതല്ലാതെ കാര്യമായിട്ടുള്ള വേറെ ഒരു വർക്കും ഈ വണ്ടിക്കില്ല. വണ്ടി 3.4 ആണ് എഞ്ചിൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കണ്ട. നല്ല ഒന്ന് ഇന്ത്യയിൽ ക്ലീൻ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കിടിലനായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത് നാളെ 3 വണ്ടി ഉണ്ടെന്നല്ല, ടോട്ടൽ 4 ഉണ്ട്. ഒരു വണ്ടി എന്നോട് വിട്ടുപോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജീപ്പ് റാംഗ്ലർ സ്പോർട്ട് 2019 മോഡൽ വണ്ടി. കാര്യമായിട്ടുള്ള ആക്സിഡൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ബാക്കിൽ ആണ് ആക്സിഡൻറ്റ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ബാക്കിലത്തെ ഡിക്കിൻ്റെ ഡോറിന് ചെറിയ അടി കുടുങ്ങിയിട്ട് ഡോറ് കുറച്ച് മടങ്ങിപ്പോയിട്ടുള്ളത്. ഡോറ് ചേഞ്ച് ആക്കണം, കംപ്ലീറ്റ് ഡോറ് ചേഞ്ച് ആക്കണം. ഇവിടെ ഒരു ഗ്ലാസ് പാനൽ വരുന്നുണ്ട്, അതും എന്താക്കണം, പുതിയത് റീഫിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് ഇടിയും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ബ്ലാക്ക് കളറിൽ കിടിലൻ ഇൻറ്റീരിയർ തന്നെയാണ്. അപ്പോൾ ഈ കണ്ട 3 ജീപ്പിൻ്റെ റാംഗ്ലർ ഏതെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നാളത്തെ ഓപ്ഷനിൽ നമുക്ക് ഈ വണ്ടി ബിഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പ്രൈസിൽ നമുക്ക് ബിഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം മാക്സിമം. അപ്പോൾ ആക്സിഡൻറ്റ് കുറഞ്ഞ വണ്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ 3 വണ്ടിയും കാണിച്ചത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൻ്റെ അകത്ത് നോക്കിയാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി.